പഠിച്ചതാരാ? പഠിച്ചതാരാ? ഇല്ലല്ലോ. നീ ഇങ്ങനെ പൽക്കാരെ കൊണ്ട് വെച്ച് ക്ലാസ് നിർബന്ധമല്ലോ. ചൊല്ലു. അറിവ് പഠിച്ചതാ? ദർസ് പോയി പഠിച്ചതാ? പഠിച്ചതാരാ? ഇല്ല. ഫസ്റ്റ് പഠിக்கிறല്ലേ? ഓക്കെ. ലാംഗ്വേജ് ഇതില് நான் ஒரு ஆயத்து கொடுத்துருவேன். சூரா ஹிஜ்ரத்துல போதுமா? என்னது? இன்னா நஹ்னு நஸல்னா ذكرى. இதுக்கும் அரபி ലാംഗ്വേജ് என்ன ബന്ധമുണ്ടോ? ഈ ആയത്തിൽ എന്ത്? എങ്ങനെ? യെസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിൽ ചില പല കാറ്റഗറി ഇസ്സത്ത് ചെന്നെങ്കിൽ അർത്ഥമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് ഈ ദിക്ർ சொல்லு അർത്ഥം നീങ്ങുന്നു. ഒരു തഫ്സീർ ഖുർആൻ കണ്ട് ഒരു പഠിച്ച ആൾമാരുള്ളത് ഖുർആൻമാർ അറബിക് ലാംഗ്വേജും എന്താ ഇൻക്ലൂഡ് ആക്കിയത്. അപ്പൊ നന്നായിട്ട് എന്താ തന്നാല് അത് ഇഫാദത്തും നിങ്ങളുടെ മേല് ഉള്ള കർത്തവ്യം. അപ്പൊ ദീനെ സംരക്ഷിക്കുന്നത് അതേപോലെ ലാംഗ്വേജും അതിൽ സംരക്ഷിക്കപ്പെട്ടത് ചൊല്ലുന്നതായിരിക്കും. അപ്പൊ അറബി ലാംഗ്വേജ് ഒരു ചറ്റ് ലാംഗ്വേജ് അല്ലാണ്ട് അർത്ഥമാക്കാൻ വന്നു. പിന്നെന്താ അർത്ഥം? പിന്നെന്താ അർത്ഥം? ബുദ്ധി ബലവണികയിൽ എന്നോട് ഉപകാരപ്പെടും. എങ്ങനെ ബുദ്ധി ബലവണിക ഈ ആയത്തിൽ സംബന്ധമില്ല? നിങ്ങളെ അല്ലേ കാത്തോണ്ടില്ലേ? എങ്ങനെ ബുദ്ധി ബലവണിക അറബി ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞില്ലേ? ബാക്കി ഏത് ലാംഗ്വേജും ഉണ്ടാക്കാം. അതും അറബി ലാംഗ്വേജും പഠിക്കാം. അറബി ലാംഗ്വേജിൽ ഒരു ബുദ്ധിയായിട്ട് അത് ഇൻഷാല്ലാ ഈ ലോകത്തെ എല്ലാവരും കൊണ്ടു. പ്രത്യേകിച്ച് കുറെ അഭിപ്രായമുണ്ട്. നല്ല കിതാബുള്ള അറബിയിലടിക്കും. പിന്നെ കഷ്ടപ്പോ ഞങ്ങൾ പലക്ക് കുറവ് കൂട്ടിയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാംഗ്വേജ് സെലക്ട് ആക്കിയിരുന്നെങ്കിൽ ആ ലാംഗ്വേജിൽ പ്രാധാന്യം ഉണ്ടോദിക്കും. അപ്പൊ ഈ പ്രാധാന്യമുള്ള ലാംഗ്വേജ് പഠിക്കുള്ളൂ അർഹപ്പെട്ട ആൾമാരെങ്കിലും ബുദ്ധിയില്ല ആൾമാർ. ബുദ്ധിയില്ലാത്ത ആൾമാർ അങ്ങനെ ഈ സബാന്റെ ഈ ലാംഗ്വേജിൽ എന്താക്കുന്നത് ദൂരാണ്. ഇത് അറബി ലാംഗ്വേജ് എന്താക്കുന്നത് ബിസിനസ് ആയിട്ട് യൂസ് ആക്കും. പക്ഷേ പഠിപ്പാട്ട വിഷയത്തില പഠിക്കുന്ന വിഷയത്തില അങ്ങനെ എന്താക്കില്ല, യാര പ്രാധാന്യം കൊടുക്കില്ല ചൊല്ലുന്നത്. ഓക്കെ, ഇനി ഈ ദർസ് ഇൻഷാല്ലാ ഒരു ചെറിയൊരു കിതാബ് അടിക്കര് മുഖദ്ദിമ അടിക്കര് അജ്റുമിയ ഒരു യാരെ ചെന്നെങ്കിൽ ഒരു A4 ഒരു 3 പേജ് അപ്പറ ഇപ്പറ
ആക്കെ 3 പേജ് എത്ര ഉള്ളേ ചെറിയൊരു കിതാബ് ആയിട്ടിക്കറ്. ഈ കിതാബിനെ ഇൻഷാല്ല ഇണ്ടത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകേണ്ട 4 വിഷയമായിട്ടിക്കറ്. ഒന്ന് അത്തഅരീഫ് ബിൽ മുഅല്ലിഫ്, ഈ കിതാബിനെ എഴുതിയ ആളുടെ വിഷയത്തിൽ. രണ്ടാമത്തേത് ഈ കിതാബിൻ്റെ വിഷയം തഅരീഫ് ബിൽ കിതാബ്, ഈ ബുക്കിലെ വിഷയത്തിൽ എന്തുണ്ട്. പിന്നൊന്നു അത്തഅരീഫ് ബി ഇൽമിന്നഹു, ഇൽമുന്നഹു അതിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ കിതാബ് ടോപ്പിക് ആയിട്ടിക്കറ് നഹ്വുടെ വിഷയത്തിലായിട്ടിക്കറ്. പിന്നെ ത്വരീഖത്തു തദ്രീസ് എങ്ങനെ ആയിട്ടിക്കറ് ഞങ്ങൾ പഠിക്കറ്, ഞാനെങ്ങനെ ക്ലാസ് എടുക്കറ്, നിങ്ങൾ എങ്ങനെ പഠിക്കണോ ചൊല്ലുടെ വിഷയത്തിലായിട്ടിക്കറ്. ഈ 4 വിഷയമായിട്ടിക്കറ് ഇണ്ടത്തെ ദർസിൽ ഉദ്ദേശിക്കറ്. അതിൽ ഫസ്റ്റ് അത്തഅരീഫ് ബിൽ മുഅല്ലിഫ്, ഈ എഴുതിയ ആളുടെ ചെറിയൊരു സ്റ്റോറി ആയിട്ടിക്കറ് നോക്കറു. ഒന്നാമത്തെ അയാളുടെ പേര്, ഏത് കിതാബും എഴുതിയെങ്കും അങ്ങനെ പേര് ഞങ്ങൾ പഠിക്കുന്നു. അയാളുടെ പേരടിക്കറ് ഹുവ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദില്ല മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ദാവൂദ് സിൻഹാജി ചൊല്ലതായിരിക്കും. നോക്കറു ഞങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ഞങ്ങൾക്ക് 4 തലമുറയുടെ ആൾമാരെ പേരെ കൊന്തിക്കുന്നു. നോക്കറു ഇയാളുടെ പേര് അബ്ദുള്ള എന്നടിക്കറ്, കുഞ്ഞിയത്ത് അടിക്കറ്, അതായത് മോൻ്റെ പേരടിക്കറ് അബ്ദുള്ള, അബ്ദുള്ളരെ അബ്ബ. പിന്നെ അയാളുടെ പേരടിക്കറ് മുഹമ്മദ്, പിന്നെ ഇതും കുഞ്ഞിയത്ത് അടിക്കറ് എന്താ പറയുക അബ്ദുള്ള, അയാളുടെ ബാപ്പരെ കുഞ്ഞിയത്ത് അടിക്കറ്. ഇനി അജ്ജരെ പേര് മുഹമ്മദ് അടിക്കറ്, പിന്നെ അതിലെ പിന്നത്തെ പേരും മുഹമ്മദ്, ബോബറെ അജ്ജരെ അബ്ബ, പിന്നെ ബിൻ ദാവൂദ്. ഇതിൽ 4 തലമുറ ഉണ്ട്. അപ്പോൾ 6 കൊല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ 4 അബ്ബന്മാരെ പേര് കൊന്തുണ്ട്. 1 2 3 4 5. ഞാൻ എന്ത് ചൊല്ലുക ചൊന്നെങ്കിൽ ഞാൻ ദർസ് ക്ലാസ് എടുക്കുമ്പോൾ ചെറിയൊരു തസ്കിയത്ത് ചൊല്ലുക എന്ത് ചെന്നേണ്ടല്ലേ, ഞങ്ങൾ മുസ്ലിം ആൾമാർ ഞങ്ങൾക്ക് ഐഡൻറ്റിക്കും ഞങ്ങൾ ഉണ്ട്, ഞങ്ങൾ അതിരെ പുറത്ത് വന്നെങ്കിൽ നാളെ ഞങ്ങളെ മക്കും ഞങ്ങളെ പേര് മറക്കാറ്. അപ്പം ഞങ്ങൾ പേര് ചൊല്ലുമ്പോൾ ഞങ്ങളെ അബ്ബമാരെ ചൊന്ന് കൊടുക്കണേ, 4 അറ്റ്ലീസ്റ്റ് 4 എങ്കൊന്തിക്കണം. ಅದರ ಪ್ರಾಧಾನ್ಯ ഖുറാനിലും സുന്നത്തിലും കാണുന്നുണ്ട്. ചെന്ന ആദം അലൈഹി സ്വലാമിൻ്റെ ബിർദോഗല്ല ഇസ്ലാം സ്റ്റോറി ചൊന്നുണ്ട്. ഞങ്ങൾക്ക് ആറുണ്ടു ഒരു ഹിസ്റ്ററി ഉണ്ട്. മുസ്ലിം സമുദായത്തിൽ എന്തുണ്ടു, ഇന്ത്യത്തിലായെങ്കും ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് അർത്ഥാക്കിയിട്ട് അടിക്കറ് ഞങ്ങൾ മിഞ്ചോകില്ലേ. അപ്പം എന്തരേ ഇയാളുടെ പേരെന്തരേ മുഹമ്മദ് അടിക്കറ്, ബാപ്പറ പേരെന്തരേ മുഹമ്മദ്. പിന്നെ സിൻഹാജ് എന്നടിക്കറ്, സിൻഹാജ് ഉള്ളത് അതടിക്കറ് നിസ്ബത്ത് എന്നെങ്കിൽ അറബി ഭാഷയിൽ ഒന്നെങ്കിൽ ആ റായത്തെ അടിക്കറ്. ആ റായത്തെ ഇപ്പം മദീനത്തുള്ള ആൾമാർക്ക് മദനി ചൊല്ലാറ്, മക്കത്തിലുള്ള ആളും മക്കി ചൊല്ലേ, ഞങ്ങൾ ഇവിടെ മൈക്കാലത്തെ മാംഗ്ലൂരി ചൊല്ലാറ്. അങ്ങനെ റായത്തേക്ക് നിസ്ബട്ടിക്കറ് യാറത്തെ അറബിമാർ എന്താക്കറേ യൂസ് ആക്കറ്. ഇതെന്തരേ കബാ ഇൽ മഗ്രിബ്, മൊറോക്കോ മഗ്രിബ് ചെന്ന് മൊറോക്കോ അതിലുള്ള ഒരു കബായിൽ ചെന്നെങ്കിൽ എന്തരേ ഗോത്ര. ഞങ്ങൾക്ക് ഇവിടെ ബാരി ചൊല്ല് ഒരു സമുദായം പോലെ ഞങ്ങൾക്കൊരു ബാര്. അത് അയാൾ അറിയപ്പെട്ടത് എങ്ങനെ ചെന്നെങ്കിൽ ഇബ്നു അജ്റൂം ചൊല്ലതായിട്ടിക്കറ് അറിയപ്പെട്ടത്, അയാളുടെ ബോബരെ അറിയപ്പെട്ടത്. ഇനി അജ്റൂം ചൊല്ലത് മൊറോക്കോയിലുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടിക്കറ് ബരീർ ചൊല്ലുടെ ലാംഗ്വേജ്. അതിൽ ബരീർ ചൊല്ലുടെ ലാംഗ്വേജിൽ അർത്ഥം എന്താ വെച്ചെങ്കിൽ അജ്റൂം ചെന്നെങ്കിൽ അൽ ഫക്കീർ സൂഫി വറ, ഒരു പാവപ്പെട്ട ഒരു സൂഫി ചെന്നിട്ടുള്ള അർത്ഥമായിട്ടിക്കറ് ബരീർ ചൊല്ലുടെ ലാംഗ്വേജിൽ അർത്ഥമില്ല.
ഇനി ഇയാൾ പെത്തറെ ഉലിത ബി മദീനത്തി ഫഅസ് ചെളുടെ റായത്തിലടിക്കറ്, മൊറോക്കോയിലുള്ള ഒരു റായത്തെ പേരടിക്കറ്. അയാൾ ഏത് വർഷത്തിലടിക്കറ് പെത്തറെ? സിത്തമിയ എത്ര? 600 പിന്നെ ഇസ്നാൻ വ സബൂൻ. ഇവിടെ തെല് സബൂനായിട്ട് റോങ്കോ. അപ്പം സിത്തമിയ ഇസ്നാൻ വ സബൂൻ ചെല്ലതായിട്ടിക്കറ്, ആ വർഷത്തിലായിട്ടിക്കറ്. അപ്പം എത്ര? 675. ആ വർഷമായിട്ടിക്കറ് ഇമാം ഇബ്നു മാലിക് റഹ്മുല്ല വഫാത്തായ വർഷം. നോക്കൂ, ഒരു ആലിം മരിക്കുമ്പോൾ ഇന്നൊരു ആലിം എന്താ പറയുക പേര് കയ്യിലെ കുറേ ആൾമാർ ചൊല്ലാറ് ഉലിത സന എത്ര? 74 അർബവും വസബവും. എന്തിരെ 74 പെത്രയും കുറേ അഭിപ്രായമുണ്ട്. ചെന്നെങ്കിൽ അപ്പ ഡേറ്റ് ഓഫ് ബർത്ത് എന്തില്ല എന്ത് ಒಂದಿಲ್ಲ ಒಟ್ಟಾರೆ ചൊല്ലതായിട്ടിക്കറ്. പെത്തെ ಇದಕ್ಕೆ എന്തില്ല പ്രാധാന്യം ഇല്ല ചൊല്ലതായിട്ടിക്കറ്. ഇനി രണ്ടാമത്തേത് ഇയാൾ വഫാത്തായത് എപ്പം? 723. അപ്പം എത്ര വർഷം ഇഞ്ചിര്? ഞങ്ങൾ ഇത് വേണ്ട, ഈ ഡേറ്റ് വേണ്ട, ഈ ഡേറ്റ് കോണ്ടാക്ട്. എത്ര വർഷം ഇഞ്ചിര്? 51. ബാറകല്ലാഫി. ഇനി ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഏത് ഫണ്ണിലടിക്കുക? എല്ലാ ആലിമാർ അങ്ങനെ ഫണ്ണുണ്ട്, ഒരു എന്തിനുണ്ട് അങ്ങനേതായ ഒരു ഫണ്ണുണ്ട്. ഇയാൾ അറിയപ്പെട്ടിരുന്നെങ്കിൽ ഒന്നും ഫിഖ്, ഇസ്ലാമിയായ ഫിഖിൽ അറിയപ്പെട്ടു. വൽ ഖിറ, അറബി ഭാഷയുടെ ഖിറാത്തിൽ. ഹിസാബ്, കണക്ക്, നാല് മാത്സ്, അതിലും ഉഷാറായിട്ടിക്കറ്. ആയെങ്കും ഇയാൾ ഫേമസ് എന്തരത്തിൽ ലാക്കിന്നഹു ഇസ്തഹറ ബിൻ നഹ്വിലായിട്ടിക്കറ് ഇയാൾ ഫേമസ്. അപ്പം ഇയാളുടെ ഒരു ചെറിയൊരു സ്റ്റോറി. ഒന്നാമത്തെ ഘട്ട തീന്ത് ഞങ്ങൾ മുഅല്ലിഫറെ താരീഫ് തീന്ത്. ഇനി രണ്ടാമത്തേത് അടിക്കറെ താരീഫ് ബിൽ കിതാബ്. ഈ കിതാബിലെ താരീഫ് അജറുമിയ ചൊല്ലെ കിതാബിലെ താരീഫ്. ഇത് മത്തനായിട്ടിക്കറ് ചെറിയൊരു ടെസ്റ്റ് അടിക്കറ്. എന്നുവെച്ചെന്നല്ല ഒരു 3 പേജിലുള്ള കവറാക്കിറത്തര. വലിയൊരു കിതാബ് എന്തോ അല്ല, ബട്ട് ചെറിയതായിട്ടിക്കറ്. സഗീർ ചെറിയതായിട്ടിക്കറ്. അൽ അജ്ം ഭയങ്കര സ്ട്രോങ് ഉള്ളേ, അതായത് ചെറിയതായെങ്കും ഭയങ്കരമായിട്ടിക്കറ്. അദീമുൽ ഫഹം ഭയങ്കര ആശയമുള്ള ഒരു മത്തനായിട്ടിക്കറ്. പിന്നെ എന്തിരെ ലഖസ് അബ്വാബ് നഹ്വുരെ ബാബ് ലെസൻ്റെ ഒരു ചെറിയൊരു മുലഖസ് ആയിട്ടിക്കറ്, ബ്രീഫ് സ്റ്റോറി ആയിട്ടിക്കറ് അതിലുള്ളിൽ. ബി അവാഹിറുൽ ഇബാറ നഹ്വു ചെന്നെങ്കിൽ എന്തിനായിട്ടിക്കറ് ഒരു പലക്കത്തെ ലാസ്റ്റ് എൻഡ് ഇബാറത്ര എൻഡ് ചൊല്ലതായിട്ടിക്കറ്. അത് ഇൻഷാല്ല പഠിക്കുക, ജസ്റ്റ് നോട്ടാക്കി പോയിക്കോറും. ലിദാലിക ഇഹ്തമ്മ ബിഹി, ഇത് കൊണ്ടായിട്ടിക്കറ് എന്തരെ പ്രാധാന്യമില്ല അറബി ലാംഗ്വേജിക്ക്. അൽ ഉലമാ ഷർഹൻ എന്തരെ ഉലമാം ആലിമാർ എന്താക്കിറാറ് ಇದಕ್ಕೆ ഷറ എഴുതിറാറ്. സെമി പോലെ ഉള്ള വലിയ വലിയ മുഹദ്ദിസ്മാരും എന്താക്കിറാറ് ಇದಕ್ಕೆ ഷറ ഉണ്ട്. വ തർത്തീബ് ಅದರ തർത്തീബാക്കിറാറ്. വ തഹ്ഫീദ് ഇഫ്ളും ആക്കിറാറ്. ഇനി ഒരു അറബി ഭാഷയിലൊരു പലക്കുണ്ട്, അൽ ഇഹ്തിമാമു ബിഷൈഇൻ ദലീലുൻ അല ഇഹ്തിമാമിഹി. ഒരു വിഷയത്തിന് പ്രാധാന്യം ഉണ്ടു ചെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചെന്നെങ്കിൽ ദലീലുൻ അല ഇഹ്തിമാമിഹി, അതിലെ പ്രാധാന്യ അറിയിക്കുക. അതൊരു പ്രാധാന്യത്തിക്ക് ദലീലായിട്ടിരിക്കും, പ്രൂഫായിട്ടിരിക്കും. ഒരു ഈ കിതാബിക്ക് ഒരു ഇഹ്തിമാം ഉണ്ടുണ്ടായെങ്കിൽ അതിനർത്ഥം എന്തേ പ്രൂഫായിട്ടിരിക്കും. എന്തൊക്കെ പ്രാധാന്യത്തെ വിഷയത്തിൽ. അപ്പോൾ ഈ കിതാബ് എന്തായിട്ടിരിക്കും
എല്ലാ ലുഗത്ത് പഠിക്കുന്ന ആൾമാരും ഈ ബുക്കിറെ വിഷയ ഗൊന്തിക്കറ്. അപ്പോൾ ಇದಕ್ಕೆ പ്രാധാന്യം ഉണ്ട് ചൊല്ലതായിട്ടിക്കറ് ഈ കിതാബിൻ്റെ വിഷയം. ഇനി ഇത് വലഉ അൽ മുഅല്ലിഫ് ഞങ്ങളെ മുഹമ്മദ് ബിൻ മുഹമ്മദ് അയാൾ എന്താക്കിയത് വെച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലി തുല്ലാബിൽ മുബത്തദഈൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബേസിക് ബണ്ടേ മക്കുകായിട്ടിക്കറ് ഇയാൾ അത് ആക്കിയത്. ಅದಕ್ಕೆ ಅಡಿಗರ ಲಿದಾಲಿಕ ಸಮ್ಮಾಹು ಅಲ್ ಮುಕದ್ದಿಮ ಅಲ್ಲಿಗೆ ಅದಕ್ಕೆ ಅಡಿಗರ അതിൽ മുഖദ്ദിമ ചൊല്ല ഒരു പേര് വെച്ചിട്ട് അജ്റുമിയ ചെന്നിട്ട് പിന്നെ അറിയപ്പെട്ടത്. ബട്ട് മുഖദ്ദിമത്തുൽ അജ്റുമിയ ചൊല്ലത് അടിക്കരു. അതിൽ അർത്ഥത്തിൽ അൽ ബിദായ സ്റ്റാർട്ടിങ് ബേസിക് ചൊല്ല അർത്ഥത്തിൽ. അപ്പം ഇത് അടിക്കര് കിതാബിൻ്റെ വിഷയത്തിൽ ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഈ കിതാബിൽ എന്തെല്ലാം ഉണ്ട്, ഈ കിതാബിൽ എന്തെല്ലാം ഉണ്ട്. ഒന്നാമത്തേത് എത്ര അല തിസ്അത്ത് ദുറൂസ്, എത്ര ഉണ്ടോ? ഒലിമ്പോ ലെസൺ ഉണ്ട് ഈ കിതാബിൽ. അതിൽ ഒന്നും മഅനൽ കലാം എന്നൊരട്ടിക്കൊരു സെൻറ്റൻസ് വ അക്സാമി അതിലെ കിസ്മ് എത്രയുള്ള കിസ്മുണ്ടു വിഭാഗമുണ്ട് പാട്ടുണ്ട്. അത് ഇൻഷാല്ല ഞങ്ങൾ ഫസ്റ്റ് ദർസായിട്ടിക്കറി ഇൻഷാല്ല പഠിക്കാം. പിന്നെ രണ്ടാമത്തേത് അൽ അറാബ് വൽ ബിന. നിങ്ങൾ ഇങ്ങനെ അർത്ഥമാക്കൂ ഇൻഷാല്ല. അതിൽ എന്തിനുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിലുള്ള പഠിക്കാം. പിന്നെ അലാമത്തുൽ ഇറാബ് എന്തിനാ അതിലെ അലാമത്തുൽ ഇറാബ്. നാലാമത്തേത് അഹ്കാമുൽ അഫ്ആൽ ഫഈൽ അതിലെ എങ്ങനെ അടിക്കരുത് ബണ്ടേ. ഇനി അൽ മർഫുഅ മിനൽ അസ്മാ റഫായത് ഇൻഷാല്ലാ പഠിക്കാം ഞാൻ പിന്നെ ചൊല്ല. പിന്നെ മൻസൂബാത്ത് മിനൽ അസ്മാ അൽ മജ്റൂറാത്ത് മിനൽ അസ്മാ ജർ. എട്ടാമത്തെ നക്കീറ മാരിഫ ഒലിമ തവാബി ഇൻഷാല്ലാ പഠിക്കാം. ഇനി മൂന്നാമത്തേത് എന്താ വെച്ചാൽ അത്തരീഫ് ബി ഇൽമിൻ നഹ്വ്. ഇൽമിൻ നഹ്വ് വെച്ചെന്നെങ്കിൽ എന്തൊരു എന്തൊരട്ടിക്കറി ഇൽമിൻ നഹ്വ് അതായിട്ടിക്കറി. ഇതിൽ ഇൽമിൻ നഹ്വ് ചൊല്ലുമ്പോൾ 5 വിഷയം ഞങ്ങൾ പഠിക്കുക. ഒന്നും തരീഫ് ഇൽമിൻ നഹ്വ്. ഇൽമു നഹ്വ് ചൊല്ലത് ലാംഗ്വേജിൽ എന്തൊരു ലിംഗ്വിസ്റ്റിക്കിൽ എന്തൊരു അതേപോലെ ഇസ്തിലാഹ ചെന്നെങ്കിൽ അത് യൂസ് ആക്കറ് ഫോം. മൗദൂ നഹ്വ് ഏത് വിഷയത്തിലടിக்கிற നഹ്വ് ചൊല്ലേ ദർസുല്ലേ. പിന്നെ ഫായിദ ഇത് പറച്ചെങ്കിലെ ഫായിദ എന്തൊരു. പിന്നെ ഇൽമുൻ നഹ്വറെ വെച്ച ആളാറ് ഫൗണ്ടർ ആറ്. പിന്നെ ഹുക്കും എന്തൊരു ഇസ്ലാമിൽ അതിലെ ഹുക്കും എന്തൊരു പഠിക്കുന്ന വിഷയത്തിൽ. ഈ 5 വിഷയ ഡിഗ്രി ഇൽമുൻ നഹ്വിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് അത്തരീഫ് നഹ്വ് നഹ്വറെ തരീഫ്. ഒന്നും ലുഗത്തിൽ കുറേ അർത്ഥമുണ്ട്. മആനിൻ ഇദ്ദ ഈ നഹ്വ് ചൊല്ല ഭാഷാപരമായിട്ട് എന്തുണ്ട് കുറേ അർത്ഥമുണ്ട്. അതിൽ കുറേ ഉണ്ട്. സബഅത്ത് മആനി എത്രയുണ്ട് 7 അർത്ഥമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അർത്ഥം അൽ ഖസദ് ചെന്നെങ്കിൽ ഞങ്ങൾ ഒരു എയിം ചൊല്ല ഗുരി ചൊല്ല അതടിക്കണേ. ജിഹദ് ഡയറക്ഷൻ. അൽ മക്കാദിർ ചെന്നെങ്കിൽ ഞങ്ങൾ എന്താക്കറ അപ്പറ ഇപ്പറ കമ്പയർ ആക്കില്ലേ അതൊരു വിഷയത്തിൽ ഉണ്ണകറും. ഒന്നാമത്തെ ഖസദ് ചൊല്ലുടെ ഉദ്ദേശം എന്താ വെച്ചെന്നെങ്കിൽ അത് നഹ്വൈതു അൽ മദീന എന്തേ അർത്ഥം നക്ക് മദീനത്തുക്ക് നവൈതു എന്തേ നക്ക് പോകുണ്ടു ഡയറക്ഷൻ അർത്ഥത്തിൽ നക്ക് മദീനത്തുക്ക് ഒരു ലക്ഷ്യ ಬೇಕಿರು ಗುರಿ ಬೇಕಿರು ನಕ್ಕೆ ಮದೀನത്ത് പോകുണ്ടു അതെന്താ. ഇനി സൊല്ലൈതു നഹ്വൽ ഖിബ്ല ഡയറക്ഷൻ ആ അർത്ഥത്തിലും നഹ്വു പ്രയോഗമുണ്ട്. ഇനി സെയ്ദുൻ നഹ്വ അഖീഹി സെയ്ദ് എന്തേ
ബ്രദറെ പോലെ, ലൈക്ക് ഉണ്ട് അർത്ഥത്തിൽ. അപ്പം നഹ്വു ചൊല്ലുടെ അർത്ഥത്തിക്ക് വേറെ വേറെ ഭാഷാപരമായിട്ട് അർത്ഥം ഉണ്ട് ചെന്നിട്ട്. ഇനി തഅരീഫ് ഇസ്തിലാഹ്, ടെക്നിക്കലായിട്ട് ഞങ്ങളെ നഹ്വു ബന്ധപ്പെട്ട് എന്തിനായിട്ടിരിക്കും? വ ഇൽമുൻ, അതൊരു ഇൽമായിട്ട് യുറഫു ബിഹി അഹ്കാമി, അതിലൊരു ഹുക്കും ഞങ്ങൾ പഠിക്കുക. എന്തിന്? അവാഖിറുൽ കലിമാത്ത് അൽ അറബിയ, അറബി സെൻറ്റൻസ് ലാസ്റ്റായിട്ട് പഠിക്കാൻ പോണ്ടേ, ഫസ്റ്റ് അല്ല. അറബി ജബാൻ കേന്ദ്രമുണ്ടോ? കുറേ ഖസായിസ് ഉണ്ട്. ഒന്നാമത്തെ ഖസായിസ് ചെന്നെങ്കിൽ അറബി ഭാഷയിൽ ലാസ്റ്റ് കയറ്റിക്ക് പ്രാധാന്യമില്ല. ഇസ്ലാമിൽ എന്തൊരു പ്രാധാന്യം? ലാസ്റ്റ് പെത്തവണക്ക് അത്ര വില പ്രാധാന്യമില്ല, മറിച്ചവണക്കും ഇല്ല, മരിക്കുമ്പോൾ എങ്ങനെ മരിച്ചുണ്ട്. അപ്പോൾ ലാസ്റ്റ് കയറ്റിക്ക് അതിന് പ്രാധാന്യമില്ല. പിന്നൊന്ന് എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ മുത്തറാദിഫ് ചെന്നെങ്കിൽ പരിഹാര പദ ചെന്നെങ്കിൽ ഒന്നര പോലെ ഇന്നൊന്നും, അത് അറബി ഭാഷയിൽ റിയലായിട്ട് ഇല്ല. ബട്ട് ഞങ്ങൾ എന്താക്കറ, ഒരു ചൊന്നു കൊടുക്കുമ്പോൾ എന്താക്കറ, ചൊന്നു കൊടുക്കുക. ഇതുണ്ട്. ഇപ്പോൾ ഖുറാനിലെ ആയത്ത് കണ്ടെന്ന് പറയും ലാ റൈബ ഫീഹി, അതിനർത്ഥം എന്തേ? ഒരാൾക്ക് ഫസ്റ്റ് ബണ്ടവനക്കും ഞങ്ങൾ എന്താ ചൊല്ലുക? ലാ ശക്ക ഫീഹി, അതിലെന്തരില്ല, സംശയം എന്തില്ല. ബട്ട് റൈബ് ചൊല്ലുടെ അർത്ഥത്തിക്ക് സംശയ ചൊല്ലുടെ അർത്ഥ ബൈക്കുകയില്ല. ഞങ്ങൾ അർത്ഥമൊക്കെ കേട്ട് ഞങ്ങൾ എന്താക്കറ, അങ്ങനെ അർത്ഥം വെച്ച് കൊടുക്കുക. ബട്ട് എന്തിനായിട്ടിക്കറ് അർത്ഥ റൈബ് ചെന്നെങ്കിൽ അറബി ഭാഷയിൽ എന്തൊരർത്ഥ റൈബ് ചെന്നെങ്കിൽ എന്തിനെ? ഒരു ബെൽത്തെ ഒരു മൃഗ എന്തും ആവട്ടും, ആട, പൂച്ചമ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ആ എനിമലിൽ ഒരു ചെറിയ കറുത്ത മുടി, അതൊക്കെ അടിക്ക് റൈബ് ചെല്ലുടെ. അപ്പോൾ എങ്ങനെ അർത്ഥം ആക്കാം ആയത്തിൽ? എങ്ങനെ അർത്ഥമാക്കാം? ഒരു ചെറിയൊരു മുടി പോലും എന്തില്ല, കറുത്ത മുടി പോലും ഇല്ല. ഈ അറബി പഠിച്ചോണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഖുറാനിൽ എന്തില്ല, അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷയം പോലും നിങ്ങൾക്ക് കാണോ കിട്ടില്ലാണ്ട്. ഇപ്പം എനിമല്ലിക്കില്ലേ, വണ്ടാവട്ടോ ആടാവട്ടോ, അതിലെന്താണ് ചെറിയൊരു മുടി ഇക്കറ്, അതെന്താ എന്തരേം ഒരു ഇക്കറ്. അങ്ങനത്തെ പോലും ഇല്ല ചൊല്ലുമ്പോൾ അറബി ഭാഷരെ ദിന്നകൊന്തോ ಅದಕ್ಕಾಟಿಗೆ റബ്ബു സുബ്ഹാനഹു വ തആല അറബി ലാംഗ്വേജിനെ സെലക്ട് ആക്കിയത് വന്നിട്ടാ. ഇനി വേറെ അർത്ഥ ചെന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചൊല്ലാം ഗലബ്, അർസ, പിന്നെ സഖത്ത്, അതും അർസമേ ചൊല്ലാം. ബട്ട് എന്തരേ ഫറക്ക്? എന്തരേ ഫർക്ക്? എന്തരേ? ഇപ്പം നിങ്ങൾ ഹദീസ് പഠിച്ചിട്ട് എന്തരേ അള്ളാഹുരെ അർസ ആരെ ഒട്ടിക്കിക്കറി? ഉമ്മ അബ്ബരെ ഒട്ടിക്കണി. അവിടെ എന്തരേ ടെസ്റ്റ് യൂസ് ആക്കിരേ? സഖത്ത്. ಅದರರ್ಥ ಎಂದ್ರಾಗ ಗೋಲಬ್ ಅವ್ರ ನಬಿ ಇಟ್ಟ ಮುಟ್ಟ ಬನ್ನ ಅಲ್ಲಿಂಟ ಚೊನ್ನರು ನಶ್ಯತೆಗಿರಿ ಇಲ್ಲ ತಗೊಲಬ್ ನೀ ಎಂದಾಕಂಡ ಅರ್ಸಕಂಡ ಇದು ಜಂಡು പലകത്തും ബാരിൽ എന്നൊരു ചൊല്ലി അർസമേ ചൊല്ലി. ബാരിൽ എന്തുണ്ട്? ലിമിറ്റഡ് ഉണ്ട്. ബാരൽ ജബാനിലും എന്തിനുണ്ട്? ബട്ട് അറബിയിൽ ജണ്ട് ക്വാളിറ്റി ആയിട്ടിരിക്കും. ഞങ്ങൾ അർസമേ ചൊല്ലേ ബട്ട് ജണ്ട് അർസായിട്ടിരിക്കും. അവിടെ ഇല്ല ഒന്ന് കൊലബിച്ചെന്നെങ്കിൽ എന്തരേ അർത്ഥ മേൽത്തങ്ങ കീഴ്ത്തങ്ങളൊട്ടും അർച്ചാക്ക കീഴ്ത്തവും മേൽത്തൺ അവിടെ ആയിട്ടിക്കറ് എന്തരേ ഇസ്ലാം ചെന്ന് ലേ തക്കലബ് നീ അർസ കാട്ടണ്ട, നീ അപ്പുറത്തും കാട്ടണ്ട, നിൻ്റെ മേലിപ്പുറത്തും കാട്ട വേണ്ട. ഇനി അവിടെ ബിറുൽ വാലിദൈൻ്റെ അവിടെ ചെന്നറ എന്തരേ മേൽത്തങ്ങ മാത്രം. അപ്പം അബ്ബ ഉമ്മകും ആരെ മേലെ അർച്ചയ്ക്കോ തീരാ? മക്കളെ മേലെ അർച്ചയ്ക്കോ തീരാ. അങ്ങനെ ഇന്നേം കേട്ടിക്കറ് റബ്ബു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കറ്. അർത്ഥം ഇതാ. അപ്പം ജണ്ടായിട്ടിരിക്കും. ക്വാളിറ്റി അതിനുണ്ട് അറബി ജബാനിൽ ഒന്നു കുറവും. ഇതിലെ അവാഖിറുൽ കലിമ ജാ സൈദുൻ ലാസ്റ്റ് എന്തരടിക്കറ്? സൈദുൻ ഇല്ല സൈദു എന്തരടിക്കറ്? ഇവിടെ എന്തരേ നിങ്ങൾ പൽക്കരി അറിവാ അല്ലമ്മ നിങ്ങൾ എന്ത് കൊന്തില്ലെങ്കിൽ ഞാൻ അലിഫ് തുടങ്ങില്ലേ അങ്ങനെ തീരാ. ഇത് ചൊല്ലറ് ലൊമ്മ അല്ലേ. ഇനി റഅയ്തു സൈദൻ തൻവീൻ ഫത്ത് അല്ലേ. പിന്നെ മറർത്തു ബി സൈദിൻ
ಚೇಂಜ್ ಆಯ್ತಾ ಝೈದ್ ಮೂನ್ ಮೊತ್ತು ಎಂದಾಯ್ತು ಚೇಂಜ್ ಆಯ್ತು അപ്പം നഹ്വറെ ಇಂಪಾರ್ಟೆಂಟ್ ഇവിടെ കൊന്തവരും കെലിമത്രെ അവാഖിറിൽ കൊന്തവരും ഇനി ഇവിടെ നോക്കറും ജാ ആഉലായി റഅയ്തു ആഉലായി മറർതു ബി ആഉലായി ചേഞ്ചസ് ഉണ്ടാ ഇല്ല ഇതും അറബിയിലുണ്ട് ചേഞ്ചസ് ആവത്തതുണ്ടു അത് ഇൻഷാല്ല പഠിക്കണം അപ്പം എന്തൊരു അർത്ഥമായിട്ട് ഇവിടെ അറബി ജബാനിൽ കെലിമത്ര ലാസ്റ്റ് ചേഞ്ചസ് ആവുടതായിട്ടിക്കറ് എന്തൊരു നഹ്വ് ചൊല്ലു ഇനി മൂന്നിൽ ജണ്ട് മൗദു നഹ്വ് നഹ്വുരെ സ്ഥാന എന്തിരടിക്കറ് പടിപാട്ടറ് എന്തിരടിക്കറ് പടിപാട്ടറ് മല്ലതി യുദറിസ് ഇല്ലെങ്കിൽ യദ്റുസ് ഫിഹ ആദൻ ഇൽം ഈ ഇൽമിൽ എന്തിരടിക്കറ് പടിപാട്ടറ് ഇല്ലെങ്കിൽ പഠിക്കറ് എന്തിനു പടിപെട്ടത് ലാസ്റ്റ് ചേഞ്ചസ് നിങ്ങൾ ആരും പൽക്കരില്ല ഈ സുബേത്തെ നാശ കിട്ടണ്ടല്ല ശരിയാവില്ല ഉണ്ടല്ലേ ഓക്കെ എന്തിനു പടിപെട്ടേ അൽ കലിമാത്തുൽ അറബിയ ആൽ തർക്കീബിയ അതിരെ അവസ്ഥ അടിക്കറ് പടിപെട്ട ലാസ്റ്റ് അവസ്ഥ അതടിക്കറ് സെയിം എക്സാമ്പിൾ ഇനി മൂന്നാമത്തെ ഫായിദ ഇൽമു നഹ്വ് പഠിക്കുന്ന വിഷയത്തിൽ ഫായിദ എന്തരെ ഫായിദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഫഹമുൽ ഖുറാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെന്ന് ഖുറാൻ നിങ്ങൾക്ക് ചന്തത്തിൽ അർത്ഥമൊക്കെ ഓടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി സബാൻ പഠിച്ചാൽക്കും നിങ്ങൾ തഫ്സീർ എന്തരെ കന്നഡ ട്രാൻസ്ലേഷൻ നോക്കില്ലേ തർജുമ അത് നോക്കൊരാൾക്കും അറബി ജബാൻ പഠിച്ചാൽക്കും ജണ്ട് ഡിഫറെൻ്റ് ഉണ്ട് അപ്പം മുസ്ലിമായ ആൾ ഫസ്റ്റ് ബേസിക് പഠിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ അഡ്വാൻസ് ആയതുകൊണ്ടേ പോകും ഏതൊരു വിഷയത്തിൽ മനുഷ്യരെ സ്വഭാവമായിട്ടിക്കറ് ഞങ്ങൾ തെല്ല് കിട്ടിയ മേയല്ല എല്ലാം യാറബേനും ഏതൊരു വിഷയത്തിൽ ബട്ട് ഞങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ അങ്ങനെയല്ല തെല്ലിന്നെ മീ ആന തീര യാറെ പഠിക്കുകയോ ട്രൈ ആക്കണം അത് ഈ സ്വഭാവോടെ കാട്ടണു പഠിക്കുന്ന വിഷയത്തിലും കാട്ടണു അപ്പോൾ ഖുറാൻ ഓതു തീർ അവിടെ നിപ്പാട്ട് തീര വേറെ വേറെ പഠിക്കണം ഖുറാനിൽ സബ് ഖിറാത്തുണ്ട് അത് നോക്കുറെങ്കിൽ അത് ട്രൈ ആക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞങ്ങൾ എന്തരായിട്ടിക്കണം മാഹിറായിട്ടിക്കണോ ചൊല്ലതായിട്ടിക്കറ ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റി അപ്പോൾ ഒന്നിൽ നിൽക്കുകയോ തീരാ ചൊല്ലത് പിന്നെ സുന്നത്ത് ഫഹ്മൻ സഹിയൻ സുന്നത്ര അർത്ഥം ഞാൻ ചെന്ന അറബി ഇപ്പം ജണ്ട് ഒന്ന് ഖുറാൻ്റെ കോട്ടിങ് ചെന്നാണ് പിന്നെ ഒരു ഹദീസിൻ്റെ വിഷയം സഹത്തും കൊലം അപ്പോൾ അറബി ഭാഷയിൽ അർത്ഥം ചൊന്ന് കൊടുക്കുമ്പോൾ അർത്ഥം വരും മക്കും എല്ലാവർക്കും ഞങ്ങൾക്കും അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്ക് എന്ത് പ്രയോഗിച്ചിട്ട് ഞങ്ങൾക്ക് അർത്ഥം വരും അതെ ഒരു അറബിയുടെ ട്രാൻസ്ലേഷൻ ആക്കുക ഭാരി കഷ്ടം ചെന്നാൽ അതിരെ പര്യായ പദ ബൈക്കുക ആവില്ല ഇല്ലെങ്കിൽ എന്തോടും കുറേ പലക്കെ ചൊന്നു തീരോക്കില്ല നബിരെ പലക്ക എന്തരട്ടിക്കാൻ കലമുൻ മോജിസ് ചെറിയ പലക്ക അടിക്കറ് നീ അർസ കാട്ടുണ്ട തീന്ത് ഞങ്ങൾ എങ്ങനെ ചൊല്ലണു ചൊമ്മെതിരെ തഫ്സീറാക്കിയിട്ട് ഷറാക്കിയിട്ട് ഇങ്ങനെ പോകണ്ട ബട്ട് ആവില്ല ചൊല്ലത് ഇനി യഹ്ഫിലുൽ ലിസാൻ മിനൽ ലഹൻ ഞങ്ങളെ തപ്പുരെ എന്താക്ക ശരിയാക്കോടും എന്തിനാ പൽക്കറിയുമ്പോൾ ശരിയാക്കോടും വൽ കിതാബത്ത് മിനൽ ഖത്ത് അതേപോലെ എഴുതുമ്പോൾ റൈറ്റിങ്സിൽ എന്താക്കാം അതിൽ തപ്പു ഞങ്ങൾ ശരിയാക്കാം പിന്നെ വബിഹി യഹ്ഫിലുദ്ദീൻ ദീൻ്റെ എന്താക്കുക സംരക്ഷക്കപ്പെട്ടു ഏന ദീൻ്റെ ഞാൻ ചെന്ന് അറബി ಗೊಂತಿನ ಚಲ ಅದೆಲ್ಲ ಅದರ ಯಥಾರ್ಥ ಅರ್ಥ ಬೇರೆ ಇಟ್ಟಿಕ್ರಿ ಉದ್ದೇಶಿಕ್ರಿ சொன்ன கொடுക്കാം അർത്ഥ ഇതാ ഇപ്പം ഇണ്ടത്തെ ഒരാൾ ഓതുற ഒരാൾക്ക് അറബി ഫസ്റ്റ് പഠിച്ചിട്ട് എന്താ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിக்கிற ആൾമാരുള്ളവർക്ക് ഒരാൾ ഇപ്പം തമീൻ ഹറാമായിട്ടിരിക്കും ഇസ്ലാമിൽ ഒരാൾ ബിയാരിക്കേ എന്താ തമീൻ ഹറാം അപ്പം അതേ അർത്ഥം ಬೇರೆ ಮತ್ತು ಕೊಡ್ತಂಗೆ ಹೆಂಗೆ ನಿಕ್ರಿ ಆಮಿ ಚಳ್ಳೆ ಅರ್ಥತ್ಗ ಬೆಚ್ಚಿಟ್ಟಿಂದಂಗೆ ಅಂದ್ರೆ ಅವಡು ಅರ್ಥ ಫಾತಿಯತೆ പിന്നെ ആമി ചൊല്ലത് ഹറാം ബട്ട് മീൻ ഇണ്ടത്തെ മോഡേൺ അറബി എന്താ അടിക്കറ് ഇൻഷുറൻസ് അടിക്കറ് അതെ അപ്പം രണ്ട് അർത്ഥം നിങ്ങൾ പഠിച്ചെങ്കിൽ എന്താകുക ദീന് നിക്കറ് ചൊല്ലത് അടിക്കറ് പിന്നെ ആരടിക്കറ് ഇൽമു നഹ്ർ ഫൗണ്ടർ അൽ മഷ്ഹൂർ ഫേമസ്
അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന അവൽ ഇതിലെ ഫൗണ്ടർ ഒന്നാമത്തെ ആൾ ചെന്ന് വാലി ഇൽമിൻ നഹ്വ് ഹുവ താബി ആയ അൽ ജലീൽ അബു അസ്വദ് ദുവലി ചൊല്ല ആളായിട്ടിക്കറ് എന്തേ ഫൗണ്ടർ വക്കീല കുറേ ആൾമാർ ഇങ്ങനെയും ചൊല്ലാറ് അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയും ചൊല്ല ആൾമാർ ഉള്ളവർ ബട്ട് ഇതായിട്ടിക്കറ് യാറത്തെ ആൾമാർ ചൊല്ലി. ഇനി ഹുക്കുമുദ്ദീറാസ ലാസ്റ്റ് അഞ്ചാമത്തെ ഫർള് കിഫായ ഒന്നാമത്തെ ഫർള് കിഫായ ചെന്നേ ആരെങ്കിലും ഒരാളാക്കിയ മെയ് ബാക്കി രംഗങ്ങളിൽ ഇപ്പം നോക്കൂ ഞങ്ങളെ ദർസിൽ കുറേ കൗമുള്ള ಬೇರೆ രംഗമുള്ളവർ അങ്ങനെ സ്വർത്തുള്ളവർ ബട്ട് ഞങ്ങൾ ബന്നർ അവിടെ ദർസ് പഠിക്കൂ. അപ്പം അതൊരു ഫർള് കിഫായ ആരെങ്കിലും നോക്കിയ മെയ് ഉണ്ട്. ഇനി ഫർൾ ഐൻ ചെന്നെങ്കിൽ എന്തേ പ്രതി ഒരാൾക്കും നിർബന്ധമായിട്ടിക്കറ്. ഇനി ഈ ക്ലാസ് മിസ്സാക്കോത്തീര ಬಂದೇ പിന്നെ ಇಂಡು ಬಂಡ ಇನಿ ದೌರೆ ಬೇರೆಪ್ಪ ಎಂಬೆಚ್ಚಂಗೆ പിന്നെ മിസ്സാവുത്തീര എന്തെങ്കിലും റീസൺ ഓക്കെ എങ്കിൽ മെയ്യോറ് ദൗര പോയല്ലേ അങ്ങനെ ആവത്തീര. എപ്പോൾ ഇൻട്രസ്റ്റ് എന്താവത്തീര കുറോടെ ആവത്തീര. പിന്നെ ഞാൻ ചെന്നേ അവാഖിറിൽ കെലിമ എന്ന പോലെ അവാഖിറിൽ എന്തിരിക്കണു ദൗര ഇക്കണം ലാസ്റ്റ് തോലും ഇക്കണം ചൊല്ലത് അപ്പം എങ്കിൽ പഠിക്കാം. പിന്നെ 6 അടിക്കറ് ഫർലൈൻ 6 ഒന്നോക്കറു ನಾನು ഒരു എക്സാമ്പിൾ കമൻ യുരീദു തഫ്സീർ അൽ ഖുർആൻ തഫ്സീറാക്കരെ പോലത്തെ ആൾമാർക്ക് നോക്കറു ഉണ്ട് ഞങ്ങളെ സമുദായത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങളെ കുറേ ആൾമാർ അറബി ഗൊന്തില്ലാത്ത ആൾമാർ എന്താക്കാറ് തഫ്സീറെ ആക്കിയിട്ടുള്ളവർ എന്നില്ല ഒട്ടാരെ ക്ലാസ് യൂട്യൂബിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെന്നു അങ്ങനെ ആവത്തീര. ക്ലാസ് എടുക്കുമ്പോൾ എന്തിക്കണു ബേസിക് നോളേജ് ആയെങ്കും ഈ വിഷയത്തിൽ ഇക്കണു ചൊല്ലി അറബി ഗൊന്തില്ലാത്തവನು എന്താവത്തീര തഫ്സീർ ക്ലാസ്സോ വേറെ എന്തെങ്കിലും ക്ലാസ്സോ എടുക്കുകയെ തീരാ ചൊല്ലതായിട്ടിക്കറ്. ഇനി എക്സാമ്പിൾ ആരെ ചൊല്ലണം ആരെ ചൊല്ല അറബി ഗൊന്തില്ലാത്ത ഒരാൾ തഫ്സീർ ആക്കിയത് ആരെ ചൊല്ല യെസ് ഇമാം മൗദൂദി ഉണ്ട് എന്തൊരു പേരും ചൊല്ലട്ട് ബട്ട് അയാൾക്ക് അറബി ഗൊന്തില്ല അറബി പരിചിത്വമേ ഇല്ല അതാ ഇല്ലെങ്കിൽ യഅ്ബുദു ചൊല്ല അർത്ഥത്തേക്ക് 4 ಅರ್ಥ ಚೊಲ್ಲಿಲ್ಲ ಹೌದಾ. ಬೇಸಿಕ್ ಅರಬಿಕ್ ನಾಲೆಜ್ ಗೊಂತಿನ್ನವನಿಗೂ ಯಅ್ಬುದು ಚೊನ್ನೆ ಅಂದರೆ ಇಬಾದತ್ತೇ ಅರ್ಥ ಇಲ್ಲ അതിൽ വേറെ കുറേ അർത്ഥം ചെന്നു അതെന്താ. അപ്പം അങ്ങനെ ഗൊന്തിന്നെങ്കിൽ അറബി ഗൊന്തിന്നെങ്കിൽ അങ്ങനത്തെ ഒരർത്ഥ ബണ്ടില്ല. ഓക്കെ. ഇനി ത്വരീഖിന ഫി തദ്രീസ് ഞങ്ങൾ പടിപെട്ടെ റൂട്ട് ഒന്നും സ ഉദറിസു മുലഖസൻ ഇല്ലെങ്കിൽ എന്തൊരു ഞാൻ പടിപാട്ടർ എങ്ങനെ ചെന്നെങ്കിൽ ക്ലാസ് ചെന്നെങ്കിൽ തെല്ല് ബ്രീഫായിട്ട് ചെറിയായിട്ട് ഡോസ് പോലെ തന്നെ ലിക്കുല്ലി ദർസിൻ ഇൻഷാ അല്ലാ എല്ലാ ദർസിലും എന്താക്കരെ ചെറിയാക്കിയിട്ട് തൻ്റെ ആ കിതാബ് നല്ല ടഫിന്നെങ്കും ചെന്നെങ്കിൽ തുലാബിൽമുക്ക് ടഫിന്നെങ്കും ഞാൻ എന്താക്കറത് ചെറിയാക്കിയിട്ട് PPT ആക്കിയിട്ട് കാട്ടറപ്പം നിങ്ങൾക്ക് അർത്ഥം ഒരേ പോലെ. രണ്ടാമത്തേത് ത്വരീഖൻ സഹല ഒരു ഈസി മെത്തഡ് യൂസ് ആക്കിയ. പിന്നെ രണ്ടാമത്തേത് ഇതിലൊട്ടിಗೆ ನಾನು എന്താക്കറ ಬೇರೆ കുറേ കൂട്ടറെ ചെന്നെങ്കിൽ നിങ്ങൾക്ക് അർത്ഥമാക്കും തലീക്കായിട്ട് ഷറായിട്ട് ചൊല്ല. പിന്നെ അതിലെ അതെന്താക്കാം ഹിഫ്ള് പഠിക്കുക ഈസിയോട് ജസ്റ്റ്. ഇനി മത്ലൂബ് ഞാൻ നിങ്ങളോട്ട് ആവശ്യപ്പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖിറാത്തുൽ ഒന്ന് ഖിറാത്തായിട്ട് ഓതുന്നത് ഓതു പഠിക്കും. രണ്ടാമത് ഇസ്തിമ കേൾക്കും. മൂന്നാമത്തേത് ഇജാബ ആൻസർ വെക്കണം. നിങ്ങൾ മുണ്ട തെച്ചെങ്കാവല്ലേ. ഇഫ്ലുൽ മത്തൻ ಆದರೆ ಎಲ್ಲ പഠിക്കൊണ്ടുണ്ടില്ല ಎಂದರೆ പഠിക്കൊണ്ടു അതായിട്ട് പഠിക്കോ. പിന്നെ മുറാജ് തെല്ല എന്താക്കണു റിപ്പീറ്റേഷൻ ആക്കും. അപ്പം എങ്കിൽ നിങ്ങൾക്ക് തലലിക്കറ് പണ്ടൊരു അജ്ജി മോന് എന്താക്കിയ
മോനിങ്ങനെ ഇഫിലാക്കിക്കൊണ്ടിരുന്ന ഇഫിലാക്കിയിട്ട് ഉമ്മ ചൊന്ത് ಅಜ್ಜಿ ಚೊಂತು ನೀ ಎಂದಿರ್ಲ ಚೊಂದೇದೇ ಚೊಲ್ಡಿ ನೀ ಚೊಲ್ಡೆ ಅಂಟಿ ನಕ್ಕಿಯಾರ ಪಡ್ಚೆ ಅಂಟ അങ്ങനെ മോനാക്കിയ ഈ അജ്ജിക്കൊന്ന് പടിപാട്ടി കൊടുക്കുന്നു പിറ്റേന്ന് വന്ന് കേട്ട അജ്ജിട്ട ഉമ്മ ನಾನು ഇന്നലെ എന്തിര ചൊന്നറി ചൊല്ലോർലാണ്ട് അമ്മ നക്കെന്ത് കൊന്തു നീ അല്ല ഇന്നലെ ചൊന്ന് നിക്ക് കൊന്തില്ലേണ്ട് ചെന്ന അങ്ങനെ തീരാ ഇൽമു ചെന്നെങ്ക എന്തിരെ ಇಲ್ಮು ಚೆನ್ನಂಗೆ ಅಂದರೆ ನಾನು ಚೆನ್ನಲ್ಲ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಹಾಕಂಡ್ರೆ ನಿಂಗೆ ಅಂತ ಇಲ್ಮು ಚೆಂದ ನಾಲೆಜಾ ಟೀನ್ തോടಗಿ അങ്ങനെ ആക്കണ്ട അയിന് ലാമ് മീം അമലും ഇതേ അക്ഷരമായിട്ടില്ലേ ഇൽമും അമലും ഒരേ അക്ഷരമില്ലേ തെല്ലപ്പറ ഇപ്പറ ലാം തെല്ലപ്പറ ആക്കിയാറ് മീം തെല്ലിപ്പറ ആക്കിയാറ് അയിനേ ഉണ്ട് എന്തേ ഇൽമു ചെന്നെങ്ക എന്തിരെ ഇപ്പം ഞാൻ നിങ്ങളുടെ ബാപ്പറെ പേര് കേട്ടെങ്കിൽ നിങ്ങൾ ചൊല്ലില്ലേ കേക്കില്ല ചൊല്ലില്ലേ ആറ് പടി പറ്റിയതാണ് ആറ് പടി പറ്റിയാറ് ആറും പടി പറ്റില്ല ഞാൻ പഠിച്ചിരാ അല്ലേ ഇനി ഞങ്ങൾക്ക് വയസ്സായിട്ട് ഞങ്ങളെ ബുദ്ധി പോണ്ടതോളൂ ഇല്ലെങ്കിൽ പോണ്ടേണ്ടി മുന്നോളൂ ഞങ്ങളെ ബാപ്പറെ പേര് കേട്ടെങ്കിൽ ഞാൻ ചൊല്ലില്ലേ ചൊല്ലാം ഞങ്ങൾ ഏതെങ്കിലും ഒരു സഫർ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഞങ്ങളെ ചങ്ങായിമാരുന്നെങ്കിൽ അങ്ങനെ പേര് കേട്ടെങ്കിൽ മറക്കറണങ്ങ മറക്കില്ലേ ഇപ്പോൾ ഒരു 10 ആൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 5 ആളുടെ പേര് എണ്ണിയെങ്കിൽ പിന്നെ ഒരു 5 ആളുടെ പേര് മറക്കറ ബേനുണ്ട് മറക്കറ ആൾമാറുള്ളവർ ചൊല്ലില്ല അർസായ സബൽ ഞങ്ങൾക്ക് പിന്നെ എന്തായിട്ട് അർസ ബന്നെങ്കിൽ പിന്നെ അയാളുടെ പേര് ഞങ്ങൾ ഉച്ചരിക്കില്ല സ്വഹാബന്മാരുടെ കൂട്ടത്തിൽ ഇന്നത്തെ അങ്ങനെ ചെന്നെങ്കിൽ ഇപ്പം എന്താ ഐഷർ അലി അള്ളാഹ് ഫസ്റ്റ് നബിരെ പള്ളി കൂട്ടിയ പോയ ആൾമാരെ റിപ്പോർട്ടാക്കുമ്പോൾ എന്തിനുണ്ടു പേര് ചൊന്നൂറു അലി അലി അള്ളാഹും അബ്ബാസ് അലി അള്ളാഹുൻ്റെ പേര് ചൊന്നു പിന്നെ അലി അലി അള്ളാഹുൻ്റെ പേര് ഇല്ല അബ്ബാസും പിന്നെ റജുലുൻ അലി അലി അള്ളാഹുൻ്റെ പേരില്ല എന്ത് അർസൻ്റെ അല്ല അത് എന്തിടത്തിൽ വേണ്ട ഈ ഹദീസ് റിപ്പോർട്ടാക്കുമ്പോൾ എന്തെങ്കിലും ആയിഷ അലി അള്ളാഹുൻ്റെ വിഷയത്തിൽ ഇല്ലാത്ത അപവാദ വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി അലി അള്ളാഹുൻ്റെ കേക്കറ് എന്തിനുണ്ട് അപ്പം അലി അലി അള്ളാഹു ചൊല്ലിട്ട് ഒരു അഭിപ്രായമുണ്ട് ദുനിയാവിൽ എത്ര പെൺമക്കുണ്ട് കോമനായിട്ട് ഞങ്ങൾ ചൊല്ലേ നീ അവളുടെ നോക്കിയിട്ട് നിൽക്കണ്ടല്ല വേറെ എത്ര ആളുണ്ട് ഇപ്പം വെസ്റ്റേൺ കൺട്രിയിലല്ല ആണ് ബഗ്ഗിട്ട് പെണ്ണ് സ്ട്രൈറ്റായിട്ട് നിൽക്കറ് ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ആക്കുമ്പോൾ ഇത് വെസ്റ്റേൺ കൾച്ചർ അങ്ങനെ കൾച്ചർ ഞങ്ങൾ അങ്ങനെയല്ല ആൺമക്കാകുമ്പോൾ ഞങ്ങൾ നിൽക്കണോ അങ്ങ ബഗ്ഗും ಬೇನೆಂಗೆ ಅಂಕಲೆ ಬೇನೆ ನಂಗೆ ಎತ್ತರ ದುನಿಯಾவில் ಎತ್ತರ പെൺമക്കില്ലേ അപ്പം അങ്ങനെ ആയിട്ടിക്കറ് അതിലും ചെന്ന അഭിപ്രായം എത്ര ദുനിയാവിൽ എത്ര പെൺമക്കുണ്ടു ബട്ട് ഇത് പിന്നെ ഐഷർ അലി അള്ളാഹ് കൊന്തായത് പിന്നെ ഈ വിഷയത്തിൽ അർസ അത്തരല്ലേ സ്വാഭാവികമായിട്ടില്ലേ മനസ്സ് ഞങ്ങളിതായിട്ടിക്കറ് അപ്പം ഞങ്ങൾക്കും കുറേ ആൾമാരെ അർസിക്കറ് ആളെ പേര് പിന്നെ ചൊല്ലില്ല അങ്ങനെ തീര ഇൽമു ചൊല്ലും ഇൽമു ചെന്നെങ്കിൽ എന്തിരെ മർക്കോക്ക് തീര ಅದಕ್ಕೆ എന്തിനാക്കണു അമലെടുക്കണം അതെ പ്രാക്ടീസ് ആക്കിക്കൊണ്ടിരിക്കണം അപ്പം ഉണ്ട് ഇൻഷാ അല്ലാ 2 കലിമ ഞങ്ങൾ പഠിക്കാം ഒന്നും സലാം ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുണ്ടു കൈഫലാൽ ചെന്നെങ്കിൽ ഞങ്ങൾ അൽഹംദുലില്ലാ ഓട്ടോമാറ്റിക് ചൊല്ലും ഇനി ക്ലാസ് ലേറ്റായി വന്ന ആൾമാർ ഇത് ചെറിയൊരു ദർസർ പോലെ മിക്കട്ടെ അപ്പോൾ ലേറ്റായി വന്ന ആൾമാർ ക്ലാസ് ബറട്ടാൻ ചെന്ന് കേൾക്കാണ്ട് എന്താ തീരാ ഉൽക ബറോതീര അങ്ങനെ എങ്ങനെയാണ് ഞങ്ങൾ ബറട്ടാണ്ട് കേൾക്കുക അറബിൽ ഏനെ മുംകിൻ അദ്ഖുൽ അങ്ങനെ കേട്ടിട്ടേ പറയണം സദസ്സ് പറയുമ്പോൾ എന്താ ലേറ്റായി വന്ന ആൾമാർ ಬಂದು ದೈಕರಲ್ಲ ಬಂದಿട്ട് എന്താ ദൈക്കട്ടാണ്ട് കേൾക്കണം അറബി ലെവൽ കറിയും